ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഞങ്ങൾ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല ഹൗസ് വാമിങ്ങിന്. പക്ഷേ അൽഹംദുലില്ലാ നല്ല രീതിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങൾ ആദ്യം കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസമാണ് ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത്. വീട്ടിലോട്ട് കുറേ ഡെക്കോർ സാധനങ്ങൾ വേണമായിരുന്നു. പക്ഷേ കുറേ അൽഹംദുലില്ലാ നമുക്ക് ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കൊളാബറേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ നമുക്ക് നിങ്ങൾ സന്തോഷത്തോടെ തരുന്ന ഗിഫ്റ്റുകളുണ്ട്. യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് കുറേ ആൾക്കാർ എനിക്ക് സന്തോഷത്തോടെ, അതായത് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞ് കുറേ ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എവിടെയും ഷെയർ ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലക്ഷൻ്റെ കുറേ പരിപാടികൾ നമ്മൾ റോട്ടിൽ ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കുറേ നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ YFM ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട്. രണ്ടാമത്തെ ദിവസം 2 ദിവസം കൊണ്ട് നമ്മൾ വീട് ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ, കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ നല്ല അടിപൊളി വർക്കായിരുന്നു അവരത്. ചെടികളൊക്കെ വന്നിട്ടുണ്ട്, അതവിടെ പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ഗേറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് പെയിൻ്റൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ പെയിൻ്റ് അടിച്ചിട്ടില്ല, ഇനി പെയിൻ്റ് അടിക്കാനുണ്ട്. അതായത് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഹൗസ് വാമിങ് വരുന്നത് കേട്ടോ. ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര ബഹളമായതുകൊണ്ട് ഞാൻ വോയിസ് കട്ട് ചെയ്തു കേട്ടോ. അതായത് നെക്സ്റ്റ് ഡേ, ഇതിപ്പോൾ ഒരു വൈകുന്നേരമാണ്, നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഹൗസ് വാമിങ് വരുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ചെടികൾ ഒരു ഭാഗത്തുനിന്ന് വെക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ഇനിയും ഒരുപാട് ചെടികൾ വെക്കാനുണ്ട്. ഫുള്ള് കച്ചറായി കിടക്കുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ ശരിക്കും ഞങ്ങൾക്കാണ് സംശയം, നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ഹൗസ് വാമിങ് വെക്കണമല്ലോ, അതൊക്കെ നടക്കുമോ, അങ്ങനത്തെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. നമ്മുടെ ഒറ്റ ദിവസം കൊണ്ടുള്ള പുല്ലൊക്കെ വെച്ചത് നോക്കിയേ, മാറ്റങ്ങൾ നോക്കിയേ. ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ശരി. കുറച്ച് ദിവസം മുമ്പ് വരെ, കുറച്ച് ദിവസം ഇന്നലെ വരെ നമ്മൾ അവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സംഭവം അങ്ങനെ കണ്ടോ, ഇവരിവിടെ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. മൈ ഗോഡ്, മാഷാഅല്ലാഹ് ഒക്കെ വിചാരിച്ചാൽ അത്രയേ ഉള്ളൂ. അവർ നന്നായാൽ അത്രയേ ഉള്ളൂ. ഇതൊക്കെ പണികളൊക്കെ എളുപ്പം കഴിയും. പിന്നെ വർക്കേഴ്സ് നന്നാവണം കേട്ടോ. പിന്നെ ഒരുപാട് അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും. പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്, ക്ലീനിങ് YFMൻ്റെ. അത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താ അറിയോ, അവർക്ക് ശരിക്കും ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ക്ലീനിങ് കൊടുക്കേണ്ടത്. പക്ഷേ ഇത്രയും പണികൾക്കിടയിൽ അവർ ക്ലീൻ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ സങ്കടം, അവിടെ ഇവിടെയും വൃത്തിയാക്കാൻ പറ്റുന്നില്ല എന്ന്. പക്ഷേ മാഷാഅല്ലാഹ് അവർ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ മൂത്ത എളാപ്പയാണ്. അപ്പോൾ എളാപ്പ വന്നിട്ട് വീടൊക്കെ കാണുമായിരുന്നു. നെക്സ്റ്റ് ഡേ ഹൗസ് വാമിങ് അല്ലേ. പിന്നെ എല്ലായിടത്തും കച്ചറായി കിടക്കുക കേട്ടോ. നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവരും ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് വന്നവരും എല്ലാവരും പറയുന്നത് ഇത് നടക്കുമോ എന്നൊക്കെ. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാക്കിലുള്ള ആ ഒരു വോളില്ലേ, അവിടെയൊക്കെ എന്തൊക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ട്, അതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല. പിന്നെ വാഷ്റൂമിൽ ഇതാ ഈ പണികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഈ ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് കുറച്ചും കൂടി നീട്ടിയിട്ടായിരുന്നു വിചാരിച്ചത്. പക്ഷേ കുറേ കാരണത്താൽ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് വെക്കേണ്ടി വന്നു. കാരണം വെള്ളത്തിൻ്റെ കുറവ്, ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ ഹൗസ് വാമിങ് വെക്കുന്നത് വെള്ളത്തിൻ്റെ കുറവ് കാരണം. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് നീട്ടിയാൽ നമുക്ക് ഓഡിറ്റോറിയം കിട്ടില്ല, അപ്പോൾ നമുക്ക് ആൾക്കാരെ വിളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. ഇനി നമുക്ക് കിച്ചണിലോട്ട് കിടക്കാം. 2 കിച്ചണുണ്ട്. 2 കിച്ചണും ഒരൊറ്റ ദിവസം കൊണ്ടാണ് അവർ ഇത്രയും അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ശരിക്കും കിച്ചൺ സെറ്റ് ചെയ്യാൻ ഒരു 3-4 ദിവസം വേണം. പക്ഷെ നമുക്ക് ഒരു ദിവസം കൊടുക്കാൻ പറ്റിയത് അവർക്ക്. കാരണം നമ്മൾ കുറച്ച് ലേറ്റായിട്ട് നമ്മൾ അവരോട് പറഞ്ഞത് ഈ ഒരു ദിവസം ഹൗസ് വാമിങ് ആണ്. അപ്പോൾ അവർ മാക്സിമം അവർ നമുക്ക് ചെയ്തു തന്നു, അടിപൊളിയായിട്ട് ചെയ്തു തന്നു. എനിക്കൊന്നും പറയാനില്ല. ആ ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് അതൊക്കെ ഇപ്പോഴും ഡോറൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു വൈകുന്നേരം തൊട്ട് രാവിലെ ആയപ്പോഴേക്കും അതൊക്കെ ക്ലീനാക്കി. എനിക്ക് അൽഹംദുലില്ലാ എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല, അത്രയും നന്നായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഹൗസ് വാമിങ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ ഇതുപോലത്തെ കുറേ പരിപാടികൾ ബാക്കിയുണ്ട്, അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ ആക്സസറീസ് വെക്കാനൊക്കെ ഇടയ്ക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ടൈല് പോയിൻറ്റിങ് വർക്ക്സ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ചെയ്തുതരാം. ഒരു 2-3 ദിവസം വീണ്ടും നമ്മൾ ഇതൊന്ന് അടച്ചു പൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെയും നമുക്ക് ലേറ്റ് ആവുമല്ലോ. പിന്നെ അതന്നെ നല്ലതെന്നും തോന്നി. കാരണം നമ്മൾ ഹൗസ് വാമിങ് ആ മെയിൻ പണികൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് പണികൾ ബാക്കി, അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഒരു ഫൈനൽ ടച്ചപ്പിന് കൊടുക്കുന്നത് നല്ലതാണ്. ഹൗസ് വാമിങ്ങിന് കുറേ പരിക്കുകൾ പറ്റുമല്ലോ നമ്മളെ വീടിന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടും ബാക്കി പണികളുണ്ട്. വലിയ വലിയ പണികളല്ല, ചെറിയ ചെറിയ പണികൾ. പിന്നെ ഇക്കാൻ്റെ അമ്മായികളും എളീമ്മമാരും എളാപ്പന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. എളാപ്പന്മാരല്ല എളാപ്പ, ഒരു എളാപ്പ നേരത്തെ വന്നു, പിന്നെ രണ്ടാമത്തെ എളാപ്പ വന്നു. പിന്നെ മക്കളെല്ലാവരും കൂടി, നാത്തൂൻ്റെ മോളും ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോനും എല്ലാവരും കൂടി നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവെക്കുകയാണ്. പിന്നെ ഇക്കാൻ്റെ മൂത്ത ബ്രദറും ഫാമിലി ഇവിടെ ഇല്ല, അവർ
UAE അത് എന്താ പറയുക, പെട്ടെന്ന് ഒന്ന് പോകേണ്ടി വന്നു. പിന്നെ അതുകൊണ്ട് തന്നെ അവരിവിടെ ഇതിൽ കാണുന്നുണ്ടാവില്ല. അത് ലാസ്റ്റത്തെ വ്ളോഗിൽ ആരോ ചോദിച്ചിരുന്നു. ശരിക്കും ഇതിങ്ങനെ ഓരോ തവണ കാണുമ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പണി പാളി പോവുമോ, രാവിലെ ആകുമ്പോഴത്തേന് കഴിയൂലെന്നൊക്കെ. പിന്നെ വർക്കേഴ്സിന് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു. കാരണം നല്ല ചൂടാണ്, നമുക്ക് തന്നെ വയ്യാണ്ടായി. അപ്പോഴേക്കും നമ്മുടെ സോഫൻ്റെ ടീം വന്നിട്ടുണ്ട്. ഈ സോഫൻ്റെ മജ്ലിസ് സോഫ, ഇവരെ ഇത് പറയുവാണെങ്കിൽ എന്താ പറയുക, എനിക്ക് എത്ര പറഞ്ഞാലും തീരൂല. അത്രയും നല്ല ഭംഗിയില്ല, ഞാൻ പറഞ്ഞതിലും അടിപൊളിയായിട്ടാണ്, ഭയങ്കര പെർഫെക്റ്റാണ്, കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താ പറയേണ്ടത് എനിക്കറിയില്ല, സൂപ്പർബാണ്. വാക്കുകളിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ശരിയാവോ നന്നാവോ എന്നൊക്കെ കേട്ടോ. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ വീട്ടിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടും ഓരോ ടീമുണ്ടല്ലേ, എല്ലാ ടീമും നല്ല അടിപൊളി ടീംസായിരുന്നു കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാം നല്ല പെർഫെക്ഷനിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇനി ഗിഫ്റ്റുകൾ തന്നതാണെങ്കിലും അതും നല്ല പെർഫെക്ഷനിൽ ചെയ്തവരാണ് എല്ലതും. ഓക്കെ, അതൊരു ഒരു ഇത് അംഗീകാരം തന്നെയാണ് അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂഡ് ഔട്ടല്ലേ. എല്ലാതും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്രോക്കറി ഷെൽഫിന് ഡോറുണ്ട്. പക്ഷേ നമ്മുടെ ആർക്കിടെക്റ്റ് പറഞ്ഞു, ഡോർ ഇല്ലാണ്ട് എങ്ങനെയാണ് ഭംഗി നോക്കൂ, നമുക്ക് ഒരു ദിവസം ഡോറില്ലാണ്ട് വെച്ച് നോക്കാം, ഭംഗിയില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡോറ് വെക്കാം. അപ്പോൾ 2 ഓപ്ഷനായിരുന്നു. അപ്പോൾ ഏതായാലും ഡോർ ഇല്ലാണ്ട് എങ്ങനെ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തേക്ക് നമ്മൾ ഡോർ വെക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോർ വെക്കാൻ വിചാരിച്ചു. ഡോർ ഇല്ലാണ്ടായിരിക്കും ഭംഗിയെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് സേഫ്റ്റി ഇഷ്യൂ കൊണ്ട് ഡോറായിരിക്കും നല്ലതെന്ന് തോന്നി. പക്ഷേ ഡോറില്ലാണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മജ്ലിസ് സോഫേൻ്റെ ടീമാണ്, അവർ സോഫകളൊക്കെ വെക്കുകയാണ്. നമ്മൾ ലിവിങ് റൂമിലെ സോഫയൊക്കെ ഞാൻ ഒരു ഊഹം വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. അതൊക്കെ അവരുടെ ഐഡിയയിൽ അവർ ഒന്ന് ആക്കിയതാണ്. പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാനും ആർക്കിടെക്റ്റും കളേഴ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കിച്ചണിലോട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് അനിയത്തി ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. എൻ്റെ അനിയത്തി ചെയ്യിപ്പിച്ചാണ്. അതും നല്ല ഭംഗിയുണ്ട് ചെയ്തത് കേട്ടോ. നമ്മൾ പറഞ്ഞതിലും ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വ്യൂ സ്പേസ് ഇൻറ്റീരിയർ സ്റ്റുഡിയോ, ഇവരാണ് നമ്മളെ 2 കിച്ചണും ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താ പറയേണ്ടത് എനിക്കറിയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും കിച്ചൺ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മൾ മജ്ലിസ് സോഫേൻ്റെ ടീം തന്നെയാണ് നമ്മൾ ഹെഡ് ബോർഡ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഒരു സ്പോഞ്ച് വെച്ചു, ഇനി അതിൻ്റെ മുകളിൽ ഇതൊക്കെ വെക്കുമ്പോൾ നമുക്കറിയില്ല അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷെ വെച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എനിക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ടീമുകളും ഇതിൻ്റെ അകത്തുണ്ട്. ഇവർ 2 പേരാണ് നമ്മളെ വീട് ഈ ഒരു സ്റ്റേജിൽ എത്തിച്ച് തന്നിട്ടുള്ളത്. ഒരാൾ സ്റ്റാർട്ടിങ്ങിലും ഒരാൾ എൻഡിങ്ങിലും. എന്തായാലും ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരാണ് ഇതുവരേക്കും. അപ്പോൾ അവരിൽ ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ അടുത്ത ദിവസം ഹൗസ് വാമിങ് വെച്ചത് കേട്ടോ. അപ്പോൾ അത് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, ആർട്ട് വർക്ക്സൊക്കെ ചെയ്ത് തന്നിട്ടുള്ളത് സഹല, കാലിഗ്രഫി ചെയ്യുന്ന ആളാണ്. അപ്പോൾ കാലിഗ്രഫി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ അതും ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ ലിവിങ് റൂമിലോട്ടുള്ള ആർട്ട് വർക്ക്സും ഫ്രെയിം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വരുമ്പോൾ അത് നേരിട്ട് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അതിൽ 1-2 ഫ്രെയിംസൊക്കെ ഞാൻ ഈ ഒരു ദിവസം മോർണിംഗ്, അതായത് തലേ ദിവസം മോർണിംഗാണ് പറയുന്നത്, അപ്പോഴേക്കും ഈവനിൽ അവർ എത്തിച്ചു തന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കംഫർട്ട് സെറ്റ്സ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തു. കാരണം ഹൗസ് വാമിങ് നമുക്ക് പുതിയത് വെക്കണ്ടേ. അതൊക്കെ എല്ലാം നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടുക, ഒരു ഫോൺ കോൾ റെഡിയായി കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് കഴിക്കാൻ എൻ്റെ മൂത്തച്ഛൻ്റെ അടുത്തേക്ക് പോയതാണ്. അവിടെ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു എത്താം. പക്ഷേ ചോറ് എല്ലാം മീൻസ് പൊറോട്ടയും കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ചോറും കറിയൊക്കെ വിശന്നിട്ട് ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ച് 2 ഉരുള കഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് അടുത്ത കോൾ വന്നു, എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. അതൊരു ഏകദേശം ഒരു 10-11 മണിക്കാട്ടോ. എല്ലാവരും കൂടി സാധനങ്ങൾ കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലീനിങ്ങും ഉണ്ടല്ലോ ഇനി. എന്ത് സെറ്റാവും ജിണ്ടല്ല പണിയെടുക്കാൻ.
ആ ഏ ആ ആ ആ വെൽക്കം എന്നാ ഇത് പിടിച്ചോ. ഓൾ ഡേ വലൈക്കും അസ്സലാം. കയറി കയറി. പിന്നെ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ അടിപൊളിയാക്കി തന്നത്, ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ അടിപൊളിയാക്കി തന്നിട്ടുള്ളൊരു ടീമാണിത്. ഗസൽ ഇവൻറ്റ്സ് ആൻഡ് കാറ്ററേഴ്സ് ആണ് നമ്മളെ ഹൗസ് വാമിംഗ് ഇവൻറ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു തലവേദന ഉണ്ടായിരുന്നില്ല കേട്ടോ. വന്നവരൊക്കെ ഫുഡിന് ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്. അത് ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്, ഹൗസ് വാമിംഗ് വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. എന്താ പറയുക, ഭയങ്കര അഭിപ്രായം. നമുക്ക് ഞാനും മിക്കും കൂടി നടത്തുന്ന ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അതൊക്കെ അടിപൊളിയായിട്ട് നടന്നു അൽഹംദുലില്ലാ. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതാണ് ഇവൻറ്റിനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഗുണം. നമ്മളൊന്നും അറിയണ്ട, എല്ലാവരും ചെയ്യും. വീട്ടിലെല്ലാം മീൻസ് ഓവറോൾ ഫുഡ് മാത്രമല്ല എല്ലതും. പിന്നെ ഉപ്പ വാങ്ങിച്ച് കൊടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം അവിടെ വെക്കണം അകത്ത്. ഒക്കെ ഇനി സെറ്റാക്കി വെക്കണമല്ലോ. നമുക്ക് ആദ്യം ക്ലീനിങ് ചെയ്യണം, അതിന് ശേഷമാണ് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ എളാപ്പയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എളാപ്പ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാബിളാപ്പയും വന്നിട്ടുണ്ടായിരുന്നു. അവരുണ്ടെല്ലാം രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാൽ തന്നെ സംഭവങ്ങളൊക്കെ സെറ്റാവും. കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു വീടിൻ്റെ സ്ഥിതി? അത്രയും നമുക്കൊരു കൺഫ്യൂഷൻ. ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങളില്ല, മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. എന്താ പറയുക, ഇപ്പോൾ ഏകദേശം ഒരു സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് 10 മണിക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേട്ടോ. സാധാരണ പോലെ സുബഹിക്കല്ല. ശരിക്കും സുബഹിക്ക് കയറിയിരിക്കുന്നതിൽ ഞാൻ കുറച്ചൊരു വിയോജിപ്പുണ്ട്. കാരണം എല്ലാവരും സുബഹിക്ക് കയറി ഇരുന്നിട്ട് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ ആണുങ്ങളൊക്കെ പള്ളിയിലല്ലേ പോവേണ്ടത്. പക്ഷെ എല്ലാവരും വീട്ടിൽ നിസ്കാരം, സുബഹി നിസ്കാരം, അതൊക്കെ ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. പക്ഷെ ഏറ്റവും ഉത്തമം ആണുങ്ങൾക്ക് പള്ളിയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി സുബഹിക്ക് കയറി ഇരിക്കില്ല എന്ന് വിചാരിച്ചു. 10 മണിക്ക് കയറിയിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കയറിയിരുന്ന പാടെ തന്നെ ലുഹ നിസ്കാരം നിസ്കരിച്ചാൽ മതിയല്ലോ. നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഹൗസ് വാമിങ് ഉച്ചയ്ക്കല്ല 11 മണിക്കും. പിന്നെ ഫംഗ്ഷന് ഓഡിറ്റോറിയത്തിലല്ലേ 12 മണിയാകുമ്പോഴത്തേനും ഓഡിറ്റോറിയത്തിൽ പോകാം. അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ എപ്പോഴും 10 മണിക്ക് വെക്കുമ്പോഴുള്ള വേറൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കമൊഴിക്കൽ കുറച്ചൊന്ന് ഒഴിവാക്കാം. സുബഹിക്ക് വെക്കുമ്പോഴേ ഉറക്കമൊഴിച്ച് ഉറങ്ങാനൊന്നും നേരം കിട്ടില്ല. എന്നിട്ട് പിന്നെ സുബഹിക്ക് കയറിയിരിക്കുക, പിന്നെ എല്ലാവരും ടയേർഡാവുക. അതിനേക്കാൾ നല്ലത് ഉറങ്ങി നീറ്റ് വന്നാൽ മതിയല്ലോ. പക്ഷേ വീട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. നമ്മൾ 10 മണിക്കാണെങ്കിലും ഞങ്ങൾ 8:30 വരെ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. 8:30ക്ക് ഫ്ലാറ്റിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ നേരെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ആയത്. പിന്നെ ഇക്കാക്ക് അങ്ങനെ ഉറക്കമൊഴിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ആ സുബീൻ്റെ സമയമായിട്ട് ഒഴിവാക്കിയത്. പിന്നെ വീട്ടിലോട്ടുള്ള ഹാഫ്ലൈൻ്റെ ഓവൻ ഉണ്ടല്ലോ, അത് ഇക്കാക്കൻ്റെ വകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇക്കാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്യാൻസൽ ചെയ്ത് ഇക്കാക്കൻ്റെ എടുത്തു. അപ്പോൾ അത് കുറച്ച് വെക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റാണ് നമുക്കത് ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക സർപ്രൈസ് ആയിട്ടൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഡിസ്കഷൻ ആയിരുന്നു കേട്ടോ. എൻ്റെ മാമൻ്റെ മക്കളെല്ലാവരും നമുക്കെന്തെങ്കിലും ഇവിടെ ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. മാവിളാപ്പയും എളാപ്പയൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തേക്കാനൊക്കെ. ഇക്കാക്ക് എന്തായാലും ഇപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പോഴാണെങ്കിലോ നമ്മളെ പണികൾ തീരണ്ടേ. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇത് എപ്പോഴാണ് നമ്മളതൊക്കെ റെഡിയാക്കി വെക്കാമെന്നൊക്കെ. അപ്പോഴും നമ്മൾ ആർക്കിടെക്റ്റ് പറയുന്നുണ്ട് എല്ലാം റെഡിയാവും, സമയം പിടിക്കും, എല്ലാം റെഡിയാവും, സമയമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കുകയാണ്. സെറ്റാവുമായിരിക്കില്ലേ. ഇതൊക്കെ ഈ സമയം എന്ന് പറയുമ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, പിന്നെ പെട്ടെന്നാണ്ട് റെഡിയായി കിട്ടി. എങ്ങനെയാണെന്നറിയില്ല, എല്ലാവരും കൂടി ആണ്ട് ഒത്ത് ആക്കി. പിന്നെ കുട്ടികളെല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ കൂട്ടിയിട്ട് വീട്ടിൽ പോയിക്കോളി, റീനും റോസും എല്ലാവരും പോകാൻ പറഞ്ഞു. എൻ്റെ വീട്ടിലോട്ട് വിട്ടു. എന്നാൽ പിന്നെ അമ്മായി ഉണ്ട്, ഞാനുണ്ട്, അനിയത്തിയുണ്ട്, നാത്തൂനുണ്ട്, പിന്നെ എൻ്റെ നാത്തൂനും എൻ്റെ മൂത്തച്ചി, പിന്നെ അമ്മാവൻ്റെ മക്കൾ, ഞങ്ങളെല്ലാവരും കൂടിയാണ്ട് ആണ് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്തത്. എന്തായാലും എന്താ പറയുക, ആ ഒരു നമ്മളെ ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ എന്താണെന്നറിയില്ല എല്ലാം റെഡിയാവും എന്നുള്ളത് അതൊരു വേറൊരു കാര്യം തന്നെയാണ് അല്ലേ.
പിന്നെ ഉപ്പാനും ഉമ്മാനും പറഞ്ഞേക്കാൻ വേറെ കാരണം കൂടിയുണ്ട്. പിറ്റേ ദിവസം രാവിലെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ കട്ട്ലേറ്റും സമൂസയും പിന്നെ എന്തോ പഴക്കേക്കോ എന്തൊക്കെ സാധനങ്ങൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവിടെ നിൽക്കണ്ട, ഞങ്ങൾ പൊയ്ക്കോളെന്ന് പറഞ്ഞൊരു വേഗം വിട്ടു. അപ്പോൾ ഉപ്പ ഇതേപോലെ തന്നെ നമ്മളിവിടെ ക്ലീനിങ് ആണെങ്കിൽ ഉപ്പ അവിടെ നിന്നിട്ട് ഉപ്പയും അവിടെ നിന്നിട്ട് ബാക്കി പൊരിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അവരും ഉറക്കം വെച്ചിട്ടുണ്ട് അവിടെ. കർട്ടൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർട്ടന് ഇതൊരു കോഴിക്കോട് ടീമാണ്. ഇത് അവരുടെ ഇതിൽ കണ്ടില്ല ബാക്കിൽ ടീം ഇൻസ്റ്റയിൽ. ഇത് എവിടെ, കോഴിക്കോട് ഏത് ഭാഗത്തായിരുന്നു? തൊണ്ടയാട്. ഓക്കെ. അങ്ങനെ ഇത് കർട്ടന് മാത്രമാണ് അവിടെ, അതാ എല്ലാം ഉണ്ടോ? മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ട്. അവർ ഷെഫീഖിൻ്റെ പിന്നെ എന്താ പറയുക എഞ്ചിനീയർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വാൾപേപ്പർ, കർട്ടന്, പിന്നെ എന്തൊക്കെയായിരുന്നു? അല്ല ടീം ഇൻസ്റ്റയിലല്ലേ ഇതൊന്നോട്ട്. ഇതിൽ ഫുള്ള് കാണുന്നില്ല. ഇൻസ്റ്റൈൽ ഹോം സൊല്യൂഷൻസ്, ഇൻസ്റ്റൈൽ ക്രിയേഷൻസ് അല്ലേ? തീരില്ലേ? ഓക്കെ. ഈ ഒരു ദിവസം കൂടുതലും വീഡിയോസ് എടുത്തുള്ളത് ഇക്കയാണ് കേട്ടോ. ഇക്ക വോയിസും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ റൂംസൊക്കെ സെറ്റായി വരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഇനി ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഏകദേശം കച്ചറകളൊക്കെ ഒഴിവായിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാ റൂംസിലും കേർട്ടൻസൊക്കെ വെച്ചിട്ടുണ്ട്. കേർട്ടൻസൊക്കെ ഭയങ്കര പെട്ടെന്നാണ് അവർ വെച്ച് തീർത്തത്. ഞാനും വിചാരിച്ചു ഇത്രയും കുറഞ്ഞ സമയത്ത് എങ്ങനെയാണ് വെച്ചതെന്നുള്ളത്. നമ്മളൊന്ന് കയറുമ്പോൾ കണ്ടോ അവർ വെക്കുന്നുള്ളൂ, അപ്പോഴേക്കും അത് കഴിഞ്ഞു. അങ്ങനെ ഭയങ്കര ഫാസ്റ്റായിരുന്നു അവരുടെ വർക്ക് കേട്ടോ. അതും നല്ല അടിപൊളി കേർട്ടൻസോടെ കറക്റ്റായിട്ട് നല്ല നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാ, നമ്മളെ വീടിൻ്റെ ഓരോ വർക്ക്സ് ചെയ്ത ടീമുകളും അടിപൊളിയാണ്. അതന്നെ വലിയൊരു കാര്യമില്ല. ഇതപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയാണ്, ഇത് കഴിയൂലേന്ന്. എനിക്ക് പിന്നെ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല, കാരണം അതിനും വലിയ ടെൻഷൻ അനുഭവിച്ച് വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിയട്ടെ, കയറിയിരിക്കട്ടെ, ബാക്കി പണിയും നോക്കാമെന്ന്. അപ്പം ആർക്കിടെക്റ്റും അതന്നെ പറഞ്ഞത്, ടെൻഷനൊന്നും വേണ്ട, എല്ലാം ശരിയാവുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ എന്താ, ആ ഫ്രണ്ടിലൊന്ന് ക്ലീൻ ആക്കണം, അത്രയല്ലേ ഉള്ളൂ. നമ്മളെല്ലാവർക്കും വരുന്നവർക്ക് നമ്മൾ ഇത് തന്നെയല്ലേ, അതായത് റിലേറ്റീവ്സ് അല്ലേ, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എളാപ്പം പോയതായിരുന്നു. അപ്പോഴാണ് അവർ വരുമ്പോൾ കൊണ്ടുവന്ന സാധനം ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് കൊണ്ടുവന്നതാട്ടോ. അതുപോലെ അമ്മാവന് നമ്മുടെ വർക്ക് ഏരിയ കിച്ചണിലോട്ട് സ്റ്റൗവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും ഫിക്സ് ചെയ്യുകയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ പോയി നോക്കി. അപ്പം അൽഹംദുലില്ലാഹ് ഏകദേശം ഒന്ന് സെറ്റായ പോലെ തോന്നുന്നുണ്ട്. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉള്ളതാ. ഈ ഒരു കിച്ചണിൽ ഡോറുകളൊക്കെ വെച്ചപ്പം അടിപൊളിയായി. അൽഹംദുലില്ലാഹ് നമ്മൾ ആ ഒരു റെസിനാർട്ട് ആ സെയിം കളറിൽ വന്നപ്പം അതവിടെ ഫിക്സ് ചെയ്തു. ഇത് എനിക്ക് വന്ന വേറൊരു ഗിഫ്റ്റ്, വുഡൻ ഫ്രെയിമിലുള്ളത്, അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ഇപ്പോൾ കൊണ്ടുവന്ന പഴം എല്ലാവരും കൂടി കഴിക്കുകയാണ്. അതും നല്ല ഉപകാരത്തിൽപ്പെട്ടിട്ടോ. ഈ ഒരു സമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 12-1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും പണിയെടുക്കാനുള്ളതല്ലേ, അത്യാവശ്യം രാവിലെ വരെ പണിയെടുക്കാനുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി കഴിക്കണം. ഈ സമയത്താണെങ്കിൽ ഫുഡൊന്നും എവിടെയും കിട്ടില്ലല്ലോ പുറത്തുനിന്ന്, അത്രയും ആൾക്കാരും ഇല്ലേ, പണിക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി പഴമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ ഈ കാണുന്ന ക്രോക്കറി ഷെൽഫിൽ, അതാണ് തൽക്കാലം ഡോറില്ലാണ്ട് വെക്കാം, ഹൗസ് വാമിങ്ങിന് എങ്ങനെയുണ്ട് നോക്കാം, അതിന് ശേഷം ഡോർ വെക്കാമെന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ വീട്ടിലോട്ടുള്ള മാട്രസ്സാണ്. ഇതും എനിക്ക് കൊളാബറേഷനായിട്ട് വന്നതിനെയാണ്. പക്ഷേ സംഭവം അടിപൊളിയാട്ടോ. ആ ഒരു പാക്കിങ് കണ്ടോ, വളരെ ചെറിയ സ്പേസിലാണ് പാക്കിങ്. സ്ലീപ്പ് സിങ്കിൻ്റെ മാട്രസ്സാട്ടോ, ഒരുപാട് പ്രത്യേകതകളുള്ള മാട്രസ്സാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിങ്ങനെ പാക്ക് ചെയ്ത് കണ്ടപ്പോൾ ഇത്രയും ചെറിയ പാക്കിങ്ങിലാണോ ഈ മാട്രസ് എന്നൊക്കെ വിചാരിച്ചു. അത് അൺബോക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുക കേട്ടോ. നല്ല അടിപൊളി മാട്രസ്സേ. അതെനിക്ക് ഗിഫ്റ്റ് തന്നുകൊണ്ട് പറയുകയല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവർക്ക് ഓൺലൈനായിട്ടാണ് ഉള്ളത്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും മാട്രസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഇത് വെക്കുന്ന സമയത്ത് പറയണമല്ലോ അതിൻ്റെ. ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ എന്ന്. ഇനി ഇത് ഈ പാക്ക് പൊട്ടിച്ച് കഴിയുമ്പോൾ തനിയെ അത് ആ ഒരു മാട്രസിൻ്റെ സൈസിലായി പോവും. അതൊന്ന് കാണിച്ചു തരാം കേട്ടോ, ലൈവായിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിങ്ങനെ ആ കവർ പൊട്ടിക്കുക, അപ്പോൾ അത് മാട്രസ് ആയി വരും. അപ്പോൾ അതിൻ്റെ കളറും ആ ഒരു കോമ്പിനേഷൻസും ആ ഒരു ക്രീമും ബ്ലൂ കൂട്ടിയുള്ള കോമ്പിനേഷൻസും ആ ഒരു മാട്രസിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു
കിടക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പം താഴത്തെ 3 ബെഡ്റൂമിലോട്ടും നമ്മൾ ഈ ഒരു മാട്രസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം സ്ലീപ്പ് സിങ്ങിൻ്റെ മാട്രസ് ട്രൈ ചെയ്തവർ അവരുടെ അഭിപ്രായം പറയാം. പിന്നെ ഇതിന് വേറൊരു ബെനിഫിറ്റും കൂടി ഉള്ളതെന്ന് വെച്ചാൽ 100 ദിവസം നമ്മളിതിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ തിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാമല്ലോ, എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടെങ്കിൽ 100 ദിവസം കിടന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് എടുക്കുമെന്ന് പറയുമ്പം അത് ഉറപ്പല്ലേ ഈ മാട്രസ് അത്രയും നമുക്ക് ഇഷ്ടമാവും എന്നുള്ളത് അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഗ്യാരണ്ടി കൂടി അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മാട്രസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു പാറ്റേണും കളറും ഒക്കെ കേട്ടോ. നല്ല സുഖമുണ്ട് ഇതിൽ കിടക്കാൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ സ്വാമിക്ക് ആയതിനു ശേഷം വിശദമായിട്ട് പറയണ്ട കേട്ടോ. അപ്പോൾ അടുത്ത മാട്രസും ഓപ്പൺ ആക്കുകയാണ്. താഴത്തെ 3 ബെഡ്റൂമിൽ തന്നെയാണ്. നമ്മളെ യൂട്യൂബ് പ്ലേ ബട്ടൺസൊക്കെ ചെയ്യണ്ടേ, ഹാങ് ചെയ്തിടണ്ടേ, അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് അമ്മായിയും അനിയത്തിയും എൻ്റെ നാത്തൂനും കൂടി പോകും. പിന്നെ ഞാനും ഇക്കാൻ്റെ ചെറിയ പെങ്ങളെ മോളും ഞങ്ങൾ 3 പേരും കൂടിയാണ് പിന്നെ ബാക്കിയൊക്കെ ഒന്ന് സെറ്റാക്കിയത് കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴേക്കും എന്താ പറയുക, സെറ്റായി കഴിഞ്ഞു. ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതാവുമ്പോൾ നടക്കൂല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വ്ളോഗിനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ ഷെയർ ചെയ്യാം കേട്ടോ. ബൈ.